ഇതുവരെ സിനിമയിൽ വരാത്തൊരു ഗെറ്റപ്പ് ഈ പടത്തിൽ. അഭിനയം പക്ഷെ പഴയത് തന്നെ. ഗെറ്റപ്പിട്ട് മറച്ചേക്കുവാ. കുറച്ചു കാലത്തിന് ശേഷം എന്ന് വെച്ചാൽ ഞാൻ ഡയറക്റ്റ് ചെയ്ത പടത്തിലാണ് ഞങ്ങൾ ടിനിയും ഞാനും, അതും ടിനിയുടെ ഒരു 1-2 സീനിൽ വരുന്നൊരു ക്യാരക്ടറാണ്. ഈ സിനിമയിലാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഏതാണ്ടൊരു നിർണായക ഘട്ടത്തിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ഈ സിനിമ വരുമ്പം ടിനിക്ക് അത് ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ തന്നെ അത് ഇൻഡസ്ട്രിയിൽ അടയാളപ്പെടുത്തുന്നുള്ള കാര്യത്തിലൊരു ആത്മവിശ്വാസമുണ്ട്. സൂപ്പർ. അല്ല, ഇപ്പൊ ആക്ച്വലി 2024 ടിനിയേട്ടൻ ചെയ്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ഭയങ്കര ടിനിയേട്ടൻ എനിക്ക് തോന്നുന്നു ഭയങ്കര സെലക്ട് ചെയ്തിട്ട് ക്യാരക്ടേഴ്സ് ചെയ്യണം. അല്ല ബിക്കോസ് എല്ലാ പ്രൊമോഷന് നമുക്ക് എനിക്ക് അയക്കാറുണ്ട്. അപ്പൊ ഞാൻ കാണുമ്പോ അപ്പൊ ടിനിയേട്ടനോട് പറയും. അതാണ് ഇടയ്ക്ക് അദ്ദേഹം ബഹിരാകാശത്തുനിന്ന് താഴെ വന്ന് അഭിനയിച്ചിട്ട് പോകും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് നല്ല നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. 6 വർഷം അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ് കഴിഞ്ഞ വർഷമൊക്കെ. അല്ല കഴിഞ്ഞ അത് തന്നെ. അപ്പോ ആധികാരികമായിട്ട് നമ്മളെ കുറിച്ച് പറയാൻ അധികാരമുള്ള ഒരാളാ അവിടെ ഇരിക്കുന്നത്. അല്ല, അത് മാത്രല്ല, കഴിഞ്ഞ സിനിമയിൽ എന്റെ അമ്മയായിരുന്നു എന്നെ എടുത്തോണ്ട് നടക്കുക. അതിന്റെ പ്രൊഡ്യൂസർ ആരാണ്? പക്രു ചേട്ടൻ. അതെ,